എൻ്റെ കഥ, അതായത് രഹസ്യാന്വേഷണം എന്ന കഥ എഴുതിയത് എല്ലാവരും നമ്മുടെ പുസ്തക പ്രകാശന വേളയിൽ അത് എഴുതാണ്ട സാഹചര്യം ഒക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ശരിക്കും എൻ്റെ പുസ്തകത്തെ ശരിക്കും ഇന്ന് നമ്മളൊരു പുസ്തകം എന്ന് പറഞ്ഞ ഒരു പ്രസവം തന്നെയാണ്. കാരണം ഒരു ഗർഭം ധരിച്ച് നമ്മളതിനെ പുറത്തു കൊണ്ടുവന്ന് ആ പുസ്തകത്തിന്റെ രൂപത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് രചനയിലൂടെ രചിച്ചവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവും കുറെയൊക്കെ. കാരണം അങ്ങനെ ഞാൻ 2000 ഏകദേശം ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് CSF സെൻട്രൽ ഇൻഡസ്ട്രി സെക്യൂരിറ്റി ഫോഴ്സ് ജോലിക്ക് എനിക്ക് പോലീസ് എന്ന ജോലിയൊക്കെ വളരെ ഇഷ്ടവും ഒക്കെയുള്ള സമയമായിരുന്നു. അതിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും അതിന്റെ ഫിസിക്കലും റിട്ടൺ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ പാസ്സായി കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയം ജനുവരിയിൽ ആ സമയത്താണ് നമ്മുടെ പുതിയ 3 സംസ്ഥാനങ്ങൾ രൂപീകൃതമാവുന്നത്. ആ സമയത്ത് നമ്മൾ ഇന്റർവ്യൂ വിളിക്കുന്ന കാത്തിരുന്ന് നോക്കുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് കുറച്ചുപേരെ മാത്രം അവരെടുത്ത് മൊത്തം പരീക്ഷ പാസ്സായ എല്ലാവരെയും എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു പോലീസ് വേഷത്തിലുള്ള ഒരു കഥയെ എഴുതണമെന്ന് മനസ്സിൽ തോന്നുകയും അങ്ങനെ എഴുതുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സമന്വയുടെ സെക്രട്ടറി ലളിത ടീച്ചർ എന്നോടൊരു കഥ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരക്കിനിടയിൽ ഞാൻ ഇപ്പം അടുത്ത് എഴുതിയ കഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഴയത് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കഥയാണ് എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അത് കുഴപ്പമില്ല, നീ എഴുതിയത് തരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയ കഥ കൊടുക്കുന്നത്. അന്ന് എഴുതിയ ഒരു പൂജ എന്ന കഥാപാത്രം, പൂജ എന്ന പോലീസ് ഓഫീസറാണ്. അവളെ അരുന്ധതി എന്ന് വിളിച്ചുകൊണ്ടുള്ള സന്ദർഭത്തിലൂടെ കഥകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു നല്ലൊരു കഥാപാത്രം. അങ്ങനെ വന്ന് കഥയുടെ എൻഡിൽ ആണ് ഇത് പോലീസ് ഓഫീസറാണെന്നൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു കഥ എഴുതിയതാണ് രഹസ്യാന്വേഷണം എന്ന കഥ. എല്ലാവരും പറ്റുമെങ്കിൽ വായിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.